ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് ബട്ടറിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ നാട്ടിൽ ബട്ടറിനെ എല്ലാവരും വില്ലനായിട്ടാണ് കാണുന്നത്, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന വില്ലൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് നല്ല ബെനിഫിറ്റ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതായത് റെറ്റിനോൾ, അതായത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനായാലും നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനായാലും വളരെ നല്ലതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ വൈറ്റമിൻ കെ ടുവിൻ്റെ മെയിൻ ധർമ്മം എന്ന് പറയുന്നത് കാൽസിഫിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യുക. എന്താണ് കാൽസിഫിക്കേഷൻ? അത് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡിയുടെ മെയിൻ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാൽഷ്യം നമ്മുടെ ആർട്ടറി, അതായത് ധമനികളിലൊക്കെ അടിഞ്ഞുകൂടാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് K2 ആണ്. നമ്മുടെ ബോണിലുള്ള അബ്സോർപ്ഷൻ, കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാനും ഈ K2 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ് വഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബട്ടറിൽ ധാരാളം K2 അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ബ്യൂട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ബ്യൂട്രിക് ആസിഡിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടലിലെ, അതായത് ഗട്ടിലെ നല്ല ബാക്ടീരിയനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ബ്യൂട്രിക് ആസിഡ് വളരെയധികം സഹായിക്കും. പിന്നെ ലോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ലോറിക് ആസിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കോസ്മെറ്റിക് പ്രൊഡക്റ്റിലും ഈ ലോറിക് ആസിഡ് ഉപയോഗിക്കുന്നതാണ്. അതുമാത്രമല്ല നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് വില്ലനല്ല. കാരണം ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് വഹിക്കുന്നത്. അതായത് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ആയാലും നമ്മുടെ ഈസ്ട്രോജൻ ആയാലും പ്രൊജസ്ട്രോൺ ഹോർമോണായാലും നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് വഹിക്കുന്നത്. പിന്നെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ വളരെ അത്യാവശ്യമാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ബൈൽ സാൾട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും കൊളസ്ട്രോൾ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് കഴിക്കണം ഈ ബട്ടർ നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആക്ച്വലി ബട്ടർ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ ബട്ടർ മേടിക്കുമ്പോൾ അൺസോൾട്ടഡ് ബട്ടർ നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഹോം മെയ്ഡ് ബട്ടർ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.